ഹലോ, അപ്പോൾ ഇന്ന് കുറച്ച് കേക്കിൻ്റെ വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ദിവസത്തെ കേക്ക് ഓർഡറാണ്. അപ്പോൾ ഫസ്റ്റ് ഉണ്ടായത് ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ്. അതിന് കാരമലും ഫില്ലിങ്ങെല്ലാം ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കസ്റ്റമർ കുറച്ചായാലൊക്കെ കൂടിയിട്ട് അപ്പോൾ ഈ ഒരു മാസം രണ്ടാമത്തെ ബട്ടർ സ്കോച്ചിൻ്റെ ഓർഡറാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതൊരു ബേബി ഷവറിൻ്റെ തീമിലുള്ളൊരു കേക്കാണ്. സിമ്പിളായിട്ടുള്ള വർക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഷുഗർ ബോൾസും പിന്നെ ഒരു ടോപ്പറും ചെറിയ 2 ബട്ടർഫ്ലൈസും കൂടി വെച്ചിട്ട് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത കേക്ക് വന്നിട്ടുള്ളത് ടെൻഡർ കോക്കനട്ടാണെന്നവ. ഇതെൻ്റെ ഒരു ടെൻഡർ കോക്കനറ്റിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമറാണ്. ഇതൊരു 10ാം ക്ലാസ് പാസ്സായ ഒരു മോനിക്ക് സർപ്രൈസ് കൊടുക്കാൻ ഇതും ഓറന്നെ തന്നിട്ടുള്ള കേക്കാണ്. ഇത് ഓർക്കന്നെ കട്ടാക്കിയിട്ട് തന്നുള്ളത്. അതിൽ ചെറുതായിട്ട് ഞാനൊരു സ്പൈഡറിൻ്റെ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇതും ടെൻഡർ തന്നെ ഫ്ലേവർ വരുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിട്ട് ഇപ്പോൾ 3ാമത്തെ തൊട്ടെന്നാണ് അതിനോട് ടെൻഡറിൻ്റെ 4 ടെൻഡർ കോക്കനട്ട് വാങ്ങിയിട്ടുണ്ട് അടുപ്പിച്ചിട്ട്. അപ്പോൾ ഇത് രണ്ടും വരുന്നത് ഹാഫ് കെ ജിൻ്റെ കേക്കാണ്. 6 ഇഞ്ചിലാണ് ബേക്ക് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കേക്കും ടെൻഡർ തന്നെ. ഇത് ഒരെണ്ണ റിലേറ്റീവ് അങ്ങോട്ട് ആക്കിയിട്ടുണ്ടായത്. എൻ്റെ കേക്ക് മുമ്പ് തിന്നിട്ട് എനിക്ക് ഫസ്റ്റ് കസ്റ്റമർ മെസ്സേജ് ഇട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞാൻ തിന്നിന് അതേ ഫ്ലേവറിൽ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടണമെന്ന് വെച്ചിട്ടാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ഒരു റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പിക്കിൽ തന്നെ ആ ഒരു മോഡൽ തന്നെ ആക്കിനവ മറ്റേ വിൻറ്റേജ് തീമിൽ. ഇതും അതെ SSLC പാസ്സായിട്ടുള്ള ഒരു മോനിക്ക് സർപ്രൈസ് കൊടുത്ത തന്നെ ഈ ഒരു കേക്കും. അപ്പോൾ ഇതൊരു വിൻറ്റേജ് തീമിലുള്ള കേക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്രീം കുറച്ച് പണി തന്നിട്ടുണ്ടായിരുന്നു. എന്തില്ലെങ്കിൽ ചൂടിൻ്റെ സമയത്ത് ഉണ്ടാക്കിയത്. ഉച്ച സമയത്ത് നല്ലോണം മെൽറ്റായിട്ട് എയർ ബബിൾസ് നിറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു ഈ ഒരു ക്രീമിന്. ഇതിൻ്റെ ഫൈനലൊക്കെ കാണുന്ന പാങ്ങുണ്ടായിരുന്നവ അങ്ങനെ ഒരു കച്ചറായിട്ടുണ്ടായിട്ട് എന്നാലും ചെറിയൊരു ഇതായിട്ടുണ്ടായിന്. പിന്നെ ഞാൻ പേടിച്ചുകൊണ്ടായിനി ഒരു കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് എന്ത് പറഞ്ഞിട്ട്. പക്ഷേ അൽഹംദുലില്ലാ ഒരു നല്ലൊരു ഫീഡ്ബാക്കാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട്. പിന്നെ ഈ ഒരു കേക്ക് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാവ. ഞാൻ കുറേ ഇൻസ്റ്റയിലെല്ലാം കാണലുണ്ട് പുരലത്തെ പിള്ളേർക്കൊന്നും കേക്ക് നോക്കി കൊടുക്കലുണ്ട്. പക്ഷെ ഞാനങ്ങനെയല്ല, എനിക്ക് കേക്കിൻ്റെ ഓർഡർ ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ പിള്ളേർക്കും ഒരു കേക്കെല്ലാം ആക്കിയിട്ട് കൊടുക്കുവാ. ഇത്രയെല്ലാം കേക്കാക്കാൻ നമുക്കൊരു കേക്കാക്കാനാണ് വലിയ പണിയല്ല. അപ്പോൾ ഓർക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേക്കെല്ലാം ആക്കിയിട്ട് കൊടുക്കലുണ്ട്. പിന്നെ എൻ്റെ കേക്ക് മേങ്ങിയ എല്ലാ കസ്റ്റമറിനും ഒരുപാട് താങ്ക്സ്. അവർ കമൻറ്റ് മാഷാ അല്ലാ നല്ല കമൻറ്റാണ് അവർ വരുന്നത് നിങ്ങൾക്ക്. പിന്നെ ഇനിയും ഓർഡറിൽ തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ നിങ്ങളെ കമൻറ്റ് അതും വേണമാവാ ഇൻഷാ അല്ലാ. ഇനി അങ്ങോട്ടേക്ക് നല്ല നല്ല വീഡിയോസെല്ലാം ആയിട്ട് ഇനിയും ഞാൻ വരും. അപ്പോൾ ഓക്കെ.